ഇങ്ങനെയൊക്കെയാണ് എടുക്കുക. ഇതിന്റെയൊക്കെയാണ് ആക്ച്വലി എന്ന് പറഞ്ഞാൽ ത്രില്ല് അറിയുന്നത് ഇതിലൊക്കെ അല്ലേ ത്രില്ല് അറിയുന്നത് അല്ലേ? അതെ അതെ. ഇങ്ങനെയാണ് ഞാൻ ബുക്ക് ചെയ്യാതിരുന്നത് 500 അടിക്കുവാണെങ്കിൽ അതൊരു ഇത് അച്ചീവ്മെന്റ് ആയിരിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ ഇത് ചെയ്യണം. പിന്നെ ആ ചാർട്ടിൽ ഇഷ്യൂ വന്നപ്പോഴും എനിക്ക് ആ ഒരു പ്രശ്നം വന്നു. ഓക്കെ. നമ്മളിപ്പോ ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ വെച്ചിട്ടാണ് ഇന്ന് അനാലിസിസ് തുടങ്ങുന്നത്. അപ്പോൾ തുടങ്ങുന്ന അനാലിസിസ് ആദ്യമായിട്ട് അനാലിസിസ് തുടങ്ങുന്നത് നമ്മൾ മോർണിംഗിൽ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ മോർണിംഗിൽ ഗ്രൂപ്പിൽ തന്നിരിക്കുന്ന ഒരു കോട്ട് വെച്ചിട്ടാണ്. ഈ കോട്ട് ഇതായിരുന്നു: ദ മാർക്കറ്റ് വിൽ ഗീവ് യു എ ലോട്ട് ഓഫ് പെയിൻ ബിഫോർ ഇറ്റ് ഗീവ്സ് യു എ ലിറ്റിൽ മണി. അർത്ഥം മനസ്സിലായിട്ടുണ്ടോ അത് ആർക്കെങ്കിലും? ഓക്കെ, വിഷ്ണുജിത്ത് പറഞ്ഞോളൂ, എന്താണ് ഇതിന്റെ അർത്ഥം? മാർക്കറ്റ് വിൽ ഗീവ് യു എ ലോട്ട് ഓഫ് പെയിൻ ബിഫോർ ഇറ്റ് ഗീവ്സ് യു ലിറ്റിൽ മണി. അതായത് ബേസിക്കലി പറയാന്ന് വെച്ചാ വീഴാണ്ട് നമുക്ക് നടക്കാൻ പറ്റില്ല. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വീഴാണ്ട് നമുക്ക് നടക്കാൻ പറ്റില്ല. വീണ എന്തുണ്ടായിരിക്കും? നമ്മൾ പഠിക്കും. വീണ അതിന്റെ എഫക്ട്, ഇമ്മീഡിയറ്റ് എഫക്ട് എന്തായിരിക്കും? വീണ് കഴിഞ്ഞാൽ വേദന എടുക്കും. വേദന എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ അടുത്ത പ്രാവശ്യം വീഴാണ്ട് നോക്കും. അതല്ലല്ലോ നെക്സ്റ്റ് എഫക്ട്. ഇമ്മീഡിയറ്റ് ആക്ഷൻ. വേദന എടുത്ത് എന്ത് ചെയ്യും? നമുക്ക് നമ്മൾ വേദന എടുത്തു കഴിഞ്ഞാൽ ഒഴിയലല്ല ആക്ച്വലി. വേദന എടുത്ത് എന്ത് ചെയ്യും? വേറെ ആരെങ്കിലും ഒന്ന് പറഞ്ഞ പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കാം. വേറെ ആരെങ്കിലും പറഞ്ഞ വേദന എടുത്ത് എന്ത് ചെയ്യും? വേദന വരാതെ വീഴുമ്പോ വേദന എടുക്കാതിരിക്കാൻ എന്ത് ചെയ്യുന്നു? ഒന്ന് ബെഡും കൊണ്ട് നടക്കാം നമുക്ക് വീഴാണ്ടിരിക്കുമ്പോ. എന്താണ് വേദന എടുത്ത് എന്ത് ചെയ്യും? നമ്മൾ കരയും. കരഞ്ഞു കഴിഞ്ഞാൽ എന്താ ആദ്യം നമുക്ക് പിന്നെ തോന്നുന്നത്? എന്താണ്? വേണ്ടായിരുന്നു അല്ലെ, നമ്മളത് ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് ചെയ്യാണ്ടായിരുന്നു അല്ലെ, അതല്ലേ ചോദിക്കുന്നത്. വേണ്ടിരിക്കാനൊക്കെ പിന്നെയാണ് നടക്കുക അല്ലെ. എന്ന് വെച്ചാല് ആ ഒരു പ്രോസസ്സ് സൈക്കിള് ഫില്ലായി. എങ്ങനെ സൈക്കിൾ ഫില്ലായത്? നമ്മൾ ആക്ഷനിലേക്ക് ഇറങ്ങിയപ്പോ നമ്മൾ ഫെയിൽഡറായപ്പോ എന്ത് ചെയ്തു? നമുക്ക് ഫീലിംഗ് വന്നു, അത് പെയിൻ വന്നത് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അതിനെ എക്സ്പ്രസ് ചെയ്യുന്ന കരച്ചിലൂടെയാണ്. ഇവിടെ എല്ലാവരും കരച്ചിലാവുന്നൊന്നും എനിക്കറിയില്ല. ലോസ് വരുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത് എന്താണ്? അൾട്ടിമേറ്റ്ലി തോന്നുന്നത് എന്തായിരുന്നു? അത് വേണ്ടായിരുന്നു എന്നാണ് അല്ലെ. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് നമ്മൾ അതേ ഏരിയയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു പെയിൻ എന്ത് ചെയ്യും? റിമൈൻ ചെയ്യും. അവിടെ വീഴാനുള്ള സാധ്യത ഉണ്ടോന്നുള്ളത്. അങ്ങനെയുള്ള സർക്കിൾ, ഐ മീൻ ഇതൊരു സർക്കിളാണ്. ഒരു ടയർ അല്ലെങ്കിൽ ഒരു ടയർ കണ്ടില്ലേ? ആ ടയർ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ കറങ്ങുന്ന പോലെ കറങ്ങി ഒരു പരിധി എത്തുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് ആണ് ട്രേഡിങ്ങിൽ എന്താണ്? ഇത് ഞാൻ എന്നേക്കുമായി ഉപേക്ഷിക്കുക എന്നുള്ളത്. എത്ര പേർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? കൈവന്നിച്ച്. ഓക്കെ, 10 പേർക്ക്, 10-11 പേര്. ഓക്കെ, 10-11 പേര്. എനിക്ക് എത്ര അറിയാം? 11 പേർക്ക് തോന്നിയിട്ടുള്ളൂ ഞാനത് ഉപേക്ഷിക്കുകയാണ് എന്ന്. വീഴ്ചയിൽ നിന്ന് നിരന്തരമായി വീണിട്ട് എനിക്കിത് പറ്റുന്ന പരിപാടിയല്ല, ഞാനത് ഉപേക്ഷിക്കുക എന്നുള്ളത് തോന്നിയിട്ട്. എന്നിട്ടും നിങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ തിരിച്ചെത്തിയിരിക്കുന്നത്? തോറ്റ് പിന്മാറാൻ മനസ്സില്ലാത്തോണ്ട്. അതായിരുന്നു പെയിൻ. ഞാൻ ആക്ച്വലി SL അടിച്ചടിച്ച് വാഷ് ഔട്ടായി. ഒരു പ്രാവശ്യമല്ല, ഒരു 4-5 പ്രാവശ്യം വാഷ് ഔട്ടായിട്ട് പിന്നെ 2 മാസം ബ്രേക്ക് എടുത്ത് 3 മാസം ബ്രേക്ക് എടുത്തു. വീണ്ടും വരും, ട്രേഡ് ചെയ്യും, പിന്നെയും വാഷ് ഔട്ടാവും. പിന്നെ അവസാനം ഞാൻ തീരുമാനിച്ചു ഒന്ന് ക്ഷമിച്ച് ആദ്യം ഇതിനെപ്പറ്റി പഠിക്കുക, നന്നായിട്ടൊരു കോഴ്സ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നല്ല രീതിയിൽ പഠിച്ച് മെന്റർഷിപ്പ് എടുത്ത് അതിനുശേഷം തുടരാം. ഞാൻ ചെയ്തുകൊണ്ടിരിക്കണ വേ ഇത്തിരി ബാഡാണ്, അതല്ല പ്രോപ്പർ വേ. അങ്ങനെ പ്രോപ്പർ വേയിലൂടെ എനിക്ക് തുടങ്ങണം, എന്നിട്ട് പ്രോപ്പറായിട്ട് എനിക്ക് ഇതിൽ എൻ്റർ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. പിന്നെ ഓക്കെ, ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ ആക്ച്വലി എന്താണ്? പ്രോസസ്സിങ്ങിലുള്ള, ഐ മീൻ ചെയ്ത് മുന്നുള്ള പ്രോസസ്സിൽ വന്നത് പ്രോബ്ലത്തിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ പറഞ്ഞത് അല്ലെ. അത് മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞത്. എന്റെ ചോദ്യം അതല്ലായിരുന്നു. എന്തിനാണ് നിങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നത്? ട്രേഡിങ്ങിൽ നിങ്ങൾ പരാജയപ്പെട്ടു, നിങ്ങളെ കയ്യിൽ നിന്ന് പോകുന്നത് വലിയ ലോസ് ആയിരിക്കാം, വലിയ കാര്യങ്ങളായിരിക്കാം. എന്തിനാണ് തിരിച്ചു വന്നിരിക്കുന്നത്? ആഗ്രഹം കൊണ്ട്. ഇതിന്റെ പൊട്ടൻഷ്യല് നമുക്ക് അറിയാവുന്നതുകൊണ്ട് നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്. പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞു. ഞാനത് കൂടുതൽ സംസാരിപ്പിക്കാത്തത് എന്താണെന്നറിയോ? ഇത് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ് കൂടുതൽ സംസാരിപ്പിക്കാത്തത്. പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. വായിച്ചിരുന്നോ? ഇനിയൊന്ന് അർത്ഥം വായിച്ചു നോക്കിയേ. കൃത്യമായി എന്ന് പറഞ്ഞു എക്സ്പ്ലനേഷൻ തന്നെ. ആരെങ്കിലും ഒരാൾ കൈ പൊന്തിച്ചിട്ട് എക്സ്പ്ലനേഷൻ തന്നെ. അതായത് വീണ് ഇതിന്റെ വേദന മനസ്സിലാക്കി നമ്മള് പൈസ ഉണ്ടാക്കാനാണല്ലോ ഇറങ്ങി തിരിച്ച്. ഇപ്പൊ ഏത് ട്രേഡിങ് മാത്രമല്ല, എല്ലാത്തിലും നമ്മൾ പൈസ ഉണ്ടാക്കാൻ ഇറങ്ങി തിരിക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്ത് പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ വിഷനിൽ പോകുന്നു. അത് തന്നെ ട്രേഡിങ്ങിലും വീഴ്ച ഉണ്ടാവും, വാഷ് ഔട്ട് ഉണ്ടാവും, ലോസ് ഉണ്ടാവും, പറ്റിക്കപ്പെടും. എന്നാലും അൾട്ടിമേറ്റ്ലി പിന്നെയും എവിടുന്നെങ്കിലും ക്യാപിറ്റൽ സംഘടിപ്പിച്ച് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യും.
എന്തെങ്കിലും ഒരു ദിവസം ഇത് പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു ഡ്രീമിന്റെ പുറത്ത് എല്ലാവരും ഇതിനെ പിന്തുടരും. പക്ഷെ നമ്മളിപ്പോ ഇവിടെ ചെയ്യുന്നത് നമ്മൾ സക്സസ്ഫുള്ളി അതിനെ പഠിച്ച് പൈസ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുന്നു. ഓക്കെ, വെരി ഗുഡ്. ഞാൻ കൂടുതൽ ആളെ കൊണ്ട് സംസാരിപ്പിക്കുന്നില്ല. അതിനോടൊപ്പം തന്നെ ഇപ്പൊ പറഞ്ഞതിന്റെ ഇടയിൽ തന്നെ ഒരു വേറെ കാര്യം കൂടി പറയാനുണ്ട്. അതിന്റെ ഇടയിൽ വല്ലവരും വായിലിരിക്കുന്ന ചീറ്റിംഗ് കേൾക്കേണ്ടി വരും, എന്നെ പോലെ ഇടുന്നു അല്ലെ ശരത്തെ. ഇതിന്റെ ഭാഗമാണല്ലോ സാർ. അല്ല, ഇതില് ശരത്ത് പറഞ്ഞിരുന്നു എന്താണ് അന്യം കളിക്കുന്നത് അമ്പി കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞേ. അപ്പൊ അതല്ല സാറേ, അത് ഞാൻ പറഞ്ഞത് സാറേ, ഞാൻ കോള് എനിക്ക് ഇടയ്ക്ക് വരും, ഞാൻ വർക്കിനിടയിലായിരിക്കും. അപ്പൊ ഞാൻ ഇത് കംപ്ലീറ്റ്ലി മ്യൂട്ട് ചെയ്തിട്ട് കോൾ അറ്റൻഡ് ചെയ്യും. ഇപ്പം സാറ് വേറൊരു മോഡിലായിരിക്കും, തിരിച്ച് ഞാൻ കോൾ അറ്റൻഡ് ചെയ്തിട്ട് വന്നിട്ട് അൺമ്യൂട്ട് ചെയ്യുമ്പോൾ സാറ് വൈൽഡ് ആയിരിക്കും. അപ്പൊ ആക്ച്വലി പ്രോബ്ലം എന്റെ അല്ല, ഫോണിന്റെ ആണ്. ഫോണിലും വരുന്ന കോളിന്റെ ആണത്. അതാണ്. ഇതില് ഒരു തിരുത്തും കൂടിയിട്ട് നമുക്ക് നെക്സ്റ്റ്, ഞാനിപ്പോ കൈ പൊന്തിച്ചോളൂ, ഞാൻ എല്ലാവർക്കും അവസരം തരാത്ത ഞാൻ പറഞ്ഞല്ലോ, പ്രശ്നം ആയതുകൊണ്ടാണ്. നമുക്ക് സമയം ഒരു കാര്യം കൂടി, ഒരു തിരുത്ത് എന്ന് പറഞ്ഞതിൽ, പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞതിൽ ഇതിന്റെ റിയൽ മീനിങ് ഞാൻ ചോദിച്ചതിൽ ശരത്ത് അത് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എ ലിറ്റിൽ മണി എന്ന് പറഞ്ഞ എന്താണ്? എ ലിറ്റിൽ മണി നമ്മള് വാഷ് ഔട്ട് ആവുന്നതിന് മുമ്പ് കാണിക്കും. അപ്പൊ പിന്നെ നമ്മൾ ആ കാണിച്ചത് മാത്രം, വേദന നമ്മൾ മറക്കും. എന്നിട്ട് ആ കിട്ടിയ ഒരു ഇച്ചിരി പൈസയെ കുറിച്ച് മാത്രം ചിന്തിച്ചിട്ട് വീണ്ടും പോയി. അതല്ല, അതിന്റെ അർത്ഥം അതല്ല. ഡെറി മാറി പിടിച്ചു. ശരത്തിന് ചിലപ്പോൾ ഒരു പക്ഷേ എ ലിറ്റിൽ മണി എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. കാരണം മാർക്കറ്റ് നിങ്ങൾക്ക് തരുന്ന പെയിനിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ പെയിനുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്, ബേസ് ചെയ്യുന്നില്ല, കമ്പയറുമായിട്ട് ചെയ്യുന്ന സമയത്തോ, അല്ലെങ്കിൽ ഒരുപാട് പെയിൻ തന്നിട്ട് എന്ത് ചെയ്യും, കുറച്ച് പൈസ നിങ്ങൾക്ക് തരും. യാഥാർത്ഥ്യമല്ലേ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇവിടെ നോക്കിയോ, ഒന്ന് ചിന്തിച്ചു നോക്കിയൊക്കെ. കറക്റ്റാണ്. നമുക്ക് ഒരുപാട് പെയിൻ തന്നു കഴിഞ്ഞിട്ട് കുറച്ച് പൈസ തരും. അപ്പൊ ഈ സക്സസ്ഫുൾ ആയുള്ള ട്രേഡേഴ്സ് എങ്ങനെയാണ് ഇത് പൈസയെ എന്ത് ചെയ്യുന്നത്? പൈസയെ ബിൽഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ പൈസയെ കൊണ്ടുപോകുന്നു. ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ചിന്തയ്ക്ക് ഒരു തോട്ടിന് വേണ്ടിയിട്ട്, ഞാനിപ്പോ ആക്ച്വലി ഡെയിലി അനാലിസിസിന്റെ കൂടി ഒരു സൈക്കോളജി ക്ലാസ്സും കൂടിയാണ് ഇതിലൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ചിന്തയെ ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. എങ്ങനെയായിരിക്കും വലിയ സക്സസ്ഫുൾ ആയ ട്രേഡ്? കുറച്ച് പൈസ കിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. എങ്ങനെയായിരിക്കും സക്സസ്ഫുൾ ആയ ട്രേഡേഴ്സ് ആ കുറച്ച് പൈസയെ വലിയ പൈസയാക്കുന്നത്? അത്തരം ഇത് ആദ്യം കുറെ പരാജയം ഉണ്ടെങ്കിലും പിന്നെ ശരിയായി വന്നിട്ടാവും. ഓക്കെ, ആക്ച്വലി അങ്ങനെയല്ല. പരാജയം ഉണ്ടാവില്ല. എനിക്കും നിങ്ങൾക്കും അവർക്കും എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് പരാജയം ഉണ്ടാവും. ഏത് സക്സസ്ഫുൾ ആയ ട്രേഡറും നമ്മൾ ചെയ്ത വിഡ്ഢിത്തം ചെയ്തിട്ടുണ്ട്. ഇല്ലാന്ന് ആരും പറയില്ല. വിഡ്ഢിത്തം ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്ത പെയിൻ, നമുക്ക് കിട്ടിയ പെയിൻ അവർ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ എ ലിറ്റിൽ മണിയെ അവരൊരു ഹ്യൂജ് മണിയിലേക്ക് കൊണ്ടുവന്നത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് ഉണ്ടാവുന്ന ക്യാപിറ്റലിന്റെ ഒരു ചെറിയൊരു പെർസെന്റേജിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത്, ഇവിടെ ഹനിയും പറഞ്ഞ പോലെ റിസ്ക് മാനേജ്മെന്റ്, മണി മാനേജ്മെന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്. അവര് ഈ ചെറിയ കുറച്ച്, നമ്മൾ കേട്ടില്ലേ, പല തുള്ളി പെരുവെള്ളമാക്കിയിരിക്കും. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരൊറ്റ ദിവസം കൊണ്ട് കോടീശ്വരനായ വലിയ ട്രേഡേഴ്സിനെ കേട്ടിട്ടുണ്ടോ? ഇന്റർവ്യൂസ് ഒക്കെ ഞാൻ ഇടയ്ക്കൊക്കെ ഇന്റർവ്യൂസ് കാണാറുണ്ട്, വലിയ വലിയ ട്രേഡേഴ്സിന്റെ ഇന്റർവ്യൂസ്. ഒറ്റ ദിവസം കൊണ്ട് കോടീശ്വരനായ ട്രേഡേഴ്സിനെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? തിരിച്ചു നോക്കുകയാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് വലിയ നഷ്ടം വന്ന ട്രേഡേഴ്സിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ എന്തായാലും യൂട്യൂബ് തിരയുന്ന ആളുകളാണ്, സെർച്ച് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അതിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം, ഒരു ദിവസം കൊണ്ട് 50-60 ലക്ഷം, 1 കോടിയൊക്കെ നഷ്ടപ്പെടുത്തിയ വലിയ ട്രേഡേഴ്സിനെ, ഞാൻ ചെറിയ ട്രേഡേഴ്സിനെ അല്ല പറയുന്നത്, വലിയ ട്രേഡേഴ്സിനെ കണ്ടിട്ടുണ്ടാവും. എന്നിട്ടും അവർ സക്സസ്ഫുൾ ആയി നിൽക്കുന്നത് എന്താണെന്ന് അറിയാം? ദേ ക്യാൻ ഗോ ടു ബേസിക്സ് എനി ടൈം. അവർക്ക് ഏത് സമയത്തും അതിന്റെ ബേസിക്സിലേക്ക് പോവാം. എന്താണ് ബേസിക്സ്? മാർക്കറ്റ് നിങ്ങൾക്ക് വേദന തന്നുകൊണ്ടിരിക്കും. ആ വേദനയെ മറികടക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെറിയ ചെറിയ പൈസ, അല്ലെങ്കിൽ ചെറിയ ചെറിയ എമൗണ്ട് നിങ്ങൾക്ക് തരും. ആ ഒരു എമൗണ്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾ മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്യൂ. എല്ലാവർക്കും കിട്ടിയോ? എനിക്കറിയാം, പരാജയത്തെ പേടിച്ചിരിക്കുന്ന ആളുകളാണ്. ഞാനും പേടിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പരാജയത്തെ പേടിച്ചിരിക്കുന്ന ആളുകളാണ്. പക്ഷെ ആ പരാജയത്തിനെ മറികടക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ വാചകങ്ങളിൽ പെട്ട ഒന്നാണ്. ഇതുപോലെ ഒരുപാട് വാചകങ്ങളുണ്ടാവും, മോട്ടിവേഷൻ തരുന്ന വാചകങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ പരാജയത്തിനെ മറികടക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ കുറച്ച് വാചകങ്ങളിൽ ഒരു വാചകം ആണ് എന്താണ്? മാർക്കറ്റ് നിങ്ങൾക്ക് വേദന തരും. എന്താണ്? നമ്മളൊക്കെ കേട്ടിട്ടുണ്ടോ? ദൈവവിശ്വാസികളൊക്കെ കേട്ടിട്ടുണ്ടോ? കാരണം എന്താണ്? ദൈവം അത്യാവശ്യം പരീക്ഷണങ്ങളൊക്കെ നടത്തുമെന്ന് കേട്ടിട്ടുണ്ടാവും, ഇല്ലേ? വിശ്വാസികളൊക്കെ കേട്ടിട്ടുണ്ടോ? എത്തിസ്റ്റുകളുണ്ടെങ്കിൽ സോറി, ഞാൻ ദൈവവിശ്വാസികളോടാണ് പറയുന്നത്. പരീക്ഷണങ്ങളൊക്കെ നടത്തുമെന്ന് പറയണ്ടോ? പക്ഷെ ദൈവത്തില് എന്തുകൊണ്ടാണ് ഇത്രയധികം അടിയുറച്ച് വിശ്വസിക്കുന്നത്? ദൈവം തന്നെ ഒരു ശരണം, അല്ലെങ്കിൽ ദൈവം തന്നെ നമ്മുടെ
നമുക്ക് ആശ്വാസം തരുന്ന ഒരാൾ എന്നുള്ളത്, അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ആളുകൾ അങ്ങനെയാണ് കരുതുന്നത്. അതുപോലെ തന്നെയാണ് മാർക്കറ്റിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞത്. കാരണം നിങ്ങൾക്ക് തരുന്ന പെയിനൊക്കെ ഒരു സമയത്തൊരു പേ ഓഫ് ഉണ്ടാവും. ആ പേ ഓഫ് എന്ന് പറയുന്നത് വലിയ രീതിയിലേക്ക് ആയിരിക്കില്ല, ചെറിയ ചെറിയ എമൗണ്ട് ആയിരിക്കും. ഇനി തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾ എടുത്ത ട്രേഡുകളിലൊക്കെ നോക്കിയാൽ കാണാം, ഫെയിലിയർ ആയ ട്രേഡുകളിൽ പോലും നോക്കിയാൽ കാണാം എന്താണ്, നിങ്ങൾക്ക് ചെറിയ ചെറിയ എമൗണ്ടുകൾ മാർക്കറ്റ് തന്നിട്ടുണ്ടായിരിക്കും. തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ അറിയാം, ചെറിയ ചെറിയ എമൗണ്ടുകൾ തന്നിട്ടുണ്ടായിരിക്കും, വലിയ എമൗണ്ട് തന്നിട്ടുണ്ടായിരിക്കും. ഞാൻ ചെറിയ എമൗണ്ടിന്റെ കാര്യം പറയുന്നു. ആ ഒരു ചെറിയ എമൗണ്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സൈക്കോളജി, ഞാൻ സൈക്കോളജിയാ പറയുന്നത്. ഒരുപക്ഷെ അറിവൊക്കെ നമുക്ക് മാറ്റിവെക്കാം. കാരണം എന്ന് വെച്ചാൽ ഇതിലൊന്നും അറിവ് എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അറിവ് നമുക്ക് മാറ്റിവെക്കാം. സൈക്കോളജി കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ് ആ ഒരു ചെറിയ ചെറിയ മണിയെ നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാതിരുന്നതും. സക്സസ്ഫുൾ ട്രേഡേഴ്സ് എന്ത് ചെയ്തു, അതിനെ പ്രൊട്ടക്ട് ചെയ്യൽ മാത്രമല്ല, അതിനെ ചെറുതായിട്ട് പലതുള്ളി വരുവെള്ളം എന്ന് പറഞ്ഞ പോലെ ചെറുതായി കൂട്ടിവെച്ച് വലിയൊരു മണിയിലേക്ക്, അല്ലെങ്കിൽ വലിയൊരു ഹ്യൂജ് എമൗണ്ടിലേക്ക് അവരെത്തിച്ചു. ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഹാവ് എ ഗ്രേറ്റ് ലേണിംഗ് ഡേ ഓൾ. പഠിച്ചോലും സർ പഠിച്ചിരുന്നോ? എന്താ എനിക്ക് അങ്ങട് എന്റെ കാര്യമാ, ഇത് എന്റെ കാര്യമാ. ആരാ പറഞ്ഞത് എന്റെ കാര്യം എന്ന് പറഞ്ഞ ആളാരാ? എനിക്ക് കൈ പൊന്നിച്ചിട്ട് പറയണം. സജി. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും കാര്യമാണത്. പുതിയതല്ലാത്ത ആളുകളുടെ, ഞാൻ പറഞ്ഞ തീർത്തും പുതിയതല്ലാത്ത ആളുകളുടെ കാര്യമായിരിക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും കാര്യം. അല്ലാന്ന് ആരെങ്കിലും പറയട്ടെ. ഞാനിത് പറഞ്ഞതിൽ നിന്ന് ആകെ തുക നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ മാർക്കറ്റിനെ നോക്കി കാണുന്ന വഴി, നിങ്ങൾ ഇത്ര കാലം കണ്ടിരുന്ന ഒരു വഴിയെ കൂടെ ആയിരിക്കരുത് മാർക്കറ്റിനെ നോക്കി കാണേണ്ടത് എന്നുള്ളതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണത്. പോസിറ്റീവായിട്ട് തോന്നുന്നുണ്ടോ നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ടോ? അനാലിസിസിന്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. പോസിറ്റീവായിട്ട് തോന്നിയോ നെഗറ്റീവായിട്ട് തോന്നിയോ? അല്ലെങ്കിൽ ഇതിപ്പോ എന്തെങ്കിലും ഒരു കാര്യം പറയണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞതാണോ? അല്ലല്ല, നമുക്ക് ഓരോ അനുഭവങ്ങൾ ഉണ്ടല്ലോ, അതിന്റെ ഇതുകൂടി നോക്കുമ്പോ അങ്ങനെ തോന്നുന്നത്. ഞാൻ കാര്യമായിട്ട് ഞാൻ ചോദിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തോന്നിയോ ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ പറഞ്ഞതെന്ന് തോന്നിയോ എന്ന് ചോദിച്ചത്. കാരണം ചുമ്മാ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ കോട്ട് കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞിട്ട് അതിന് മുകളിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണ്ടേ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതാണോ, അത് റിയൽ ആയിട്ട് നിങ്ങൾക്ക് റിയൽ ആയിട്ട് ഫീൽ ചെയ്തോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഫീൽ ചെയ്തു. ഞാൻ ബസ്സിലാണ്, അതുകൊണ്ട് ഞാൻ അധികം റിപ്ലൈ അറിയാത്ത. പോസിറ്റീവായിട്ട് തോന്നി ആക്ച്വലി. ഇത് ഇടയ്ക്ക് ഇതേപോലെ സൈക്കോളജി ടിപ്പ് തരം നല്ലതാ. കാരണം ഞാനിപ്പോ ഒരുപാട് കാലം പുറകോട്ടൊന്ന് ചിന്തിച്ചു എന്റെ മണ്ടത്തരങ്ങള്. ഇവിടെ ഇരിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ അറിയാം, നമ്മൾ ഒരു ദിവസവും ആക്ച്വലി എല്ലാ ദിവസവും സൈക്കോളജി സബ്ജക്റ്റുകൾ ടച്ച് ചെയ്ത് പോയൊരു സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ടാണ് ആക്ച്വലി നമ്മളത് വിട്ട് കളഞ്ഞത്. എന്തായാലും നമ്മൾ അനാലിസിസിന്റെ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു, സെക്കൻഡ് ഫേസിലേക്കാണ് നടക്കുന്നത്. ഇതെല്ലാവർക്കും ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യമായിട്ട് പറയണം. കാരണം അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. വേറെ എന്തെങ്കിലും മെത്തേഡിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, ഗ്രൂപ്പിൽ കോള് ക്ലിയർ ആയിരുന്നു. പ്രഡിക്ട് ടുഡേസ് പ്രോബബിലിറ്റി ആൻഡ് പ്രൊവൈഡ് ആൻ അനാലിസിസ് എക്സ്പ്ലെയിനിങ് യുവർ പ്രഡിക്ഷൻസ് എന്ന് പറയുന്നത്. ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. എന്താണ് മാർക്കറ്റ് മുകളിലോട്ട് പോകും, എവിടേക്ക്, എന്തുകൊണ്ട്. മാർക്കറ്റ് കറണ്ട് ലെവൽ എന്ന് വെച്ചാൽ ഞാൻ ഇട്ടിരിക്കുന്ന സമയത്ത് റേഞ്ച് അതിന് മുന്നേ തന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് താഴോട്ടേക്ക് വരും, എവിടേക്ക്, എന്തുകൊണ്ട്. വിൽ കൺസോൾട്ടേഷനിലായിരിക്കും. ഏത് ഏരിയയിലേക്ക്, ഏത് ഏരിയ എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഡോണ്ട് നോ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും. ഐ ഹാവ് നോ ടൈം ടു അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് 7 പേര് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചുപേര് അതിന്റെ റീസൺ പറഞ്ഞു, കുറച്ചുപേർ റീസൺ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് നിങ്ങൾ ഇടുമ്പോൾ അതിന്റെ റീസൺ എനിക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. റീസൺ തരാത്ത ആളുകളോട് ഇരിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് പോലും റീസൺ തരാതിരിക്കുന്ന ആളുകളോട് ഇരിക്കുന്നുണ്ട്. ഞാൻ അവരോട് പറയുന്നത് ഇതെല്ലാം ഇപ്പോഴും റിപ്പീറ്റ് ആവില്ല. എന്ത് തോന്നി പോള് കണ്ടപ്പോ? ഇന്നലത്തെ വടിയെടുത്തുകൊണ്ട് ചെയ്തതാണോ അതോ ആത്മാർത്ഥത്തോടുകൂടി ചെയ്ത ആളുകൾ എത്ര പേരുണ്ടായി ഇതില്? നല്ലൊരു വടിയെടുത്തു, അപ്പൊ അതുകൊണ്ട് ഞാൻ പോള് ചെയ്തേക്കാം അല്ലെങ്കിൽ ഒരു പോള് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ കളഞ്ഞതാണോ അതോ ആത്മാർത്ഥത്തോടുകൂടി? ആത്മാർത്ഥതയോടെ ചെയ്തതാ. പക്ഷെ ഇച്ചിരി എണീക്കാൻ മാക്സിമം നോക്കി, പക്ഷെ ലേറ്റായി പോയി. എങ്കിലും ഞാൻ ഇട്ടായിരുന്നു. ആത്മാർത്ഥത്തോടുകൂടി വരെ ചെയ്താണ് അല്ലേ? ഓക്കെ, ഗുണമുണ്ടായോ അതോ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നിയോ? ചെയ്തതിനു ശേഷം എന്തെങ്കിലും സ്വയം വ്യത്യാസം തോന്നിയോ? ചെയ്ത് കഴിഞ്ഞിട്ട് സാറിന്റെ വീഡിയോ നോക്കിയപ്പോഴത്തേക്ക് അത് പിന്നെ കുറച്ചുകൂടെ നമുക്ക് പോസിറ്റീവായിട്ട് വീഡിയോ കാണുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പിടികിട്ടുമെന്ന് തോന്നി. കാരണം നമ്മൾ ഒന്നും അറിയാതെ വീഡിയോ കാണുമ്പോഴത്തേക്കുള്ള വ്യൂവും നമ്മൾ കുറച്ചെങ്കിലും ചാർട്ടിൽ ഒന്നില്ലെങ്കിലും എവിടെയാണ് മാർക്കറ്റ് നിൽക്കുന്നതെന്നുള്ള റേഞ്ച് ഒക്കെ മനസ്സിലാക്കിയിട്ട് പോയ വീഡിയോ കാണുമ്പോൾ ഉള്ള വ്യത്യാസമുണ്ട്.
ഇപ്പോ ഫസ്റ്റിൽ ഇവിടെ വന്ന് ഫ്രെഡി ചോദിച്ചതിന് ഞാൻ ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്നുള്ള ഇപ്പൊ കൂട്ടി വായിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് ഓൾറെഡി ഒരു അനാലിസിസ് ഉണ്ട്. അത് ഓൾറെഡി അനാലിസിസ് പോൾ ചെയ്ത് നിങ്ങൾ പബ്ലിക്കായിട്ട് പറഞ്ഞു. പബ്ലിക്കായിട്ട് വെച്ചാൽ ഗ്രൂപ്പിൽ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇടുന്ന ഒരു അനാലിസിസ് ഉണ്ട്. അതുമായിട്ട് നിങ്ങളുടെ അനാലിസിസിന് എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാം, സ്റ്റഡി ചെയ്യാം. ഞാൻ ഇടുന്നത് റോങ് ആണോ, നിങ്ങൾ ഇടുന്നത് കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ നോക്കാം. അല്ലേ? അതെ അതെ. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇങ്ങനെ ഒരു അവസരം കിട്ടുമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനെ ഒരു അവസരം എവിടെയെങ്കിലും കിട്ടുമെന്നുള്ളത്? ഇല്ല സാർ, ഒരിക്കലും ഇല്ല. നമുക്ക് കാരണം ഇത്രയും നമുക്ക് എല്ലാ ദിവസവും ലൈവ് ഞാൻ ഇതുവരെ എങ്ങും കണ്ടിട്ടില്ല. പിന്നെ ഞാൻ അതിന്റെ പുറകെ പോയിട്ടില്ല. വേറെ ഒരുപാട് ഗ്രൂപ്പിലൊന്നും പോയിട്ടില്ല. പോയ ഗ്രൂപ്പിലൊന്നും ഇതുപോലെ കിട്ടിയിട്ടില്ല. ഒന്നെങ്കിൽ അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് നമ്മളെ എത്തിക്കും. ജസ്റ്റ് ഒരു വ്യൂ ഇടും. അവരുടെ വ്യൂ തെറ്റിയാലും അവരത് മാക്സിമം അംഗീകരിക്കാറില്ല വ്യൂ തെറ്റിയെന്നുള്ളത്. കാരണം ഞാനിപ്പോ 2-3 കോളൊക്കെ തരുന്ന ഗ്രൂപ്പ്സിൽ, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഗ്രൂപ്പിൽ ഇരുന്നിട്ടുണ്ടെങ്കിലും അവരാദ്യം രാവിലെ ഒരു ഇപ്പൊ ബൈ ആൻഡ് സെല്ല് പോയിന്റ് ഇടും. സപ്പോസ് ആ മാർക്കറ്റ് താഴേക്ക് വന്ന് SL-ന്റെ അവിടെ വരെ വന്നിട്ട് തിരിച്ചു കയറി പോവുകയാണെങ്കിൽ അവരൊരിക്കലും ആ SL ആയി എന്നുള്ളത് ഇടത്തില്ല. ആ ടാർഗറ്റ് അച്ചീവ് ആയി എന്നുള്ള രീതിയിലാണ് മിക്ക ഓപ്ഷൻസിന്റെ ഗ്രൂപ്പിൽ ഇടാറുള്ളത്. പക്ഷെ സാറിന്റെ കേസിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ പോസിറ്റീവായിട്ട് വരുന്നത്, സാറ് വലിയ ടാർഗറ്റ് അച്ചീവ് ആയാൽ പോലും ഓവറോൾ എല്ലാരും എടുത്തിരിക്കുന്ന പോയിന്റ്സ് എത്രയാണോ അതാണ് പറയാറ്. പിന്നെ അല്ലെങ്കിൽ ആരും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ആ ഒരു ട്രേഡ് ആക്റ്റീവ് ആയെന്ന് പോലും സാറ് പറയാറില്ല. അപ്പോ പിന്നെ നമുക്ക് ഡെയിലി ഇതിനെ കുറിച്ചിട്ട് തന്നെ പറഞ്ഞില്ലേ, അതായത് നമ്മുടെ പുറകെ നടന്ന് നമ്മളെ തല്ലിപ്പഠിപ്പിക്കുക എന്നുള്ള രീതിയിൽ തന്നെ സാറ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. സാറിനെ സംബന്ധിച്ച് അതിന്റെ ആവശ്യമില്ലെങ്കിലും സാറ് ചെയ്യുന്ന ഒരു ഇതിന് 110% സാറ് കയ്യിൽ നിന്ന് ഇടുന്നുണ്ട്. നമ്മുടെ സൈഡിൽ നിന്നും കൂടെ കുറച്ചല്ല, നമ്മുടെ സൈഡിൽ നിന്നും ആ ഒരു ഇത് സാറിനെ പോലെ നമുക്കും ചെയ്യണമെന്നുള്ള ഒരു ഇനിഷ്യേറ്റീവ് നമ്മുടെ സൈഡിലുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക് അതിന് സമയം കണ്ടെത്തും. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഉറപ്പായിട്ടും സമയം കണ്ടെത്തും. ഞാനിപ്പോ നിങ്ങൾക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. ഞാനിപ്പോ ഈ കോട്ട് കഴിഞ്ഞു. ഇന്നലെ മിനിഞ്ഞാന്ന് മുതൽ തുടങ്ങിയെന്ന് തോന്നിട്ടില്ലേ? മിനിഞ്ഞാന്ന് മുതൽ തുടങ്ങി. ഇന്നലെ ഇന്ന് 3 ദിവസമായിട്ട്. ഈ 3 ദിവസമായിട്ട് പോള് വരുന്നുണ്ട്. അതിനുശേഷം എന്താണ്, പോള് വന്നിട്ട് നിങ്ങൾക്കൊരു ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്റെ വീഡിയോ വരുന്നുണ്ട്. ഒരു പ്രൊഫഷണൽ ട്രേഡർക്ക് വേണ്ട, ഞാൻ പറയുന്നത് സാധാ ട്രേഡർ അല്ല ഞാൻ പറയുന്നത്, ഒരു പ്രൊഫഷണൽ ട്രേഡർക്ക് വേണ്ട ഒരു പാത്തിനെ ഞാനിവിടെ ഡിഫൈൻ ചെയ്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് മനസ്സിലായിട്ടുണ്ടോ? ഒരു പ്രൊഫഷണൽ ട്രേഡർക്ക് വേണ്ട ഒരു പാത്ത് എന്ന് വെച്ചാൽ അവർ മുന്നോട്ട് പോകുമ്പോൾ കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ആ വഴി എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഞാനിവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട് ഈ പ്രവർത്തികളിലൂടെ. നമ്മൾ ഇതിന് ആഴ്ച മുന്നേ നമ്മൾ അനാലിസിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ട്രേഡ് എടുത്തതിന്റെ സക്സസ് ആൻഡ് ലോസ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും നമ്മൾ ചെയ്യാനുള്ള പ്ലാനുകൾ തന്നെ ഉണ്ട്. പ്ലാൻ എന്നല്ല, ഇപ്പോഴും നമ്മുടെ ഇതിൽ തന്നെയാണ്, പാക്കേജിലുള്ളതാണ്. പക്ഷെ ആ പാക്കേജിന്റെ കൂടെ 1-2 കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണ്, കാലത്ത് തന്നെ നിങ്ങൾക്ക് പോസിറ്റീവായ ഒരു കോട്ട് തരിക. അതോടൊപ്പം തന്നെ കാലത്ത് തന്നെ എന്തായിരിക്കുക, നിങ്ങളുടെ മാർക്കറ്റ് വ്യൂ എന്താണെന്നുള്ളത് നിങ്ങളോട് അഭിപ്രായം രേഖപ്പെടുത്തുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറക്കുന്ന വീഡിയോ അല്ലെങ്കിൽ ട്രേഡ് റൂട്ടിന്റെ വീഡിയോയുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് നിങ്ങളുടെ വീഡിയോ കറക്റ്റ് ആണോ ശരിയാണോ എന്നുള്ള തീരുമാനം പിന്നെ എടുക്കേണ്ടത് നിങ്ങളാണ്. അതിനുള്ള അവസരം തരിക. അത് കഴിഞ്ഞ് നിങ്ങൾ എടുക്കുന്ന ട്രേഡിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വൈകുന്നേരം ഇതുപോലെ ഇരുന്ന സമയത്ത് നമ്മൾ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് എന്താണ്, നിങ്ങളെ കൊണ്ട് തന്നെ പോസിറ്റീവ് പറയിപ്പിക്കുന്നുണ്ട്. എന്തിനാണ് ഈ പോസിറ്റീവ് പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്തിനാണ് ഇതെല്ലാം പറയുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടോ? യെസ് സാർ, നമ്മൾ ഇനിഷ്യേറ്റീവ് എടുക്കണം എന്നുള്ളത് തന്നെ. ഇത് ഞാൻ ഒന്നും കൂടിയും പറയാം. ഇന്നലെ ഞാൻ ആ വാശി പിടിച്ചില്ലെങ്കിൽ ഇവിടെ ഇപ്പോ പോള് ചെയ്തതിൽ 50% ആൾക്കാരും അത് ചെയ്യില്ലായിരുന്നു. ഇന്നലെ ഞാൻ ഇറങ്ങി പോകുമെന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ പുതിയ ആളുകള് റെസ്ക്യൂസ് എന്ന നിലയിൽ എന്തായിരുന്നേനെ ഇന്നിപ്പോ അവിടെ ഗ്രൂപ്പിൽ തന്നെ എനിക്കറിയാം പല ആളുകൾക്കും എന്ത് തോന്നിയിട്ടുണ്ടായിരിക്കും, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നിയിട്ടുണ്ടാവും. മെസ്സേജസ് ഇങ്ങനെ വരികയല്ലേ. പണ്ട് നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള മാത്രമേ ഞാൻ അലോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അതിന്റെ ഇടയിൽ ഇങ്ങനെ വരുന്ന സമയത്ത് പലർക്കും എന്തായിരിക്കും അലോസരം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇന്നലെ ആ ഒരു പിടുത്തത്തിൽ നിന്നാണ് അത് വന്നത്. ഇത് നിങ്ങളോട് സ്നേഹത്തോടു കൂടി ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്? ഞാൻ പറഞ്ഞിട്ടുണ്ടോ അവിടെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടോ? സംസാരിക്കാൻ എത്ര തവണ സ്നേഹത്തോടു കൂടി പറഞ്ഞിട്ടുണ്ട്? ചില സമയത്ത് ഞാൻ നിരാശയോടുകൂടി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വല്ലതും നടന്നിരുന്നോ? നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി, നടന്നിരുന്നോ? അപ്പോ വടി എടുക്കേണ്ട മേഖലയാണത്. അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. വടി എടുക്കേണ്ട മേഖലയാണത്. എന്ന് വെച്ചാൽ നിങ്ങൾക്കുള്ളിൽ കിടക്കുന്ന സാധനത്തെ കറക്റ്റ് ചെയ്യണമെങ്കിൽ കൃത്യമായുള്ള സമയത്ത് വടി എടുക്കണം. അപ്പൊ ആ വടി എടുത്തതിന്റെ ഫലമാണ് ഇത് കാണുന്നത്. എനിവേ, ഞാൻ ഇതിൽ നിങ്ങളുടെ അനാലിസിസ് നിങ്ങൾ കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു.
ആരുടെയും പിക്ക് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് പിക്ക് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇട്ട ചാർട്ടിന്റെ മുകളിൽ എന്താണെന്നുള്ള അനാലിസിസ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അത് നിങ്ങൾ എടുത്ത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. അതിനു മുന്നേ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് വന്നത്, എന്റെ അനാലിസിസ് വീഡിയോ വന്നത്. അനാലിസിസ് വീഡിയോ ആരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു? ഹാൻഡ് റൈസ് ചെയ്ത്. അതിൽ പ്രധാനപ്പെട്ട ഏരിയകൾ, മാർക്ക് ചെയ്ത ഏരിയകൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 26 പേര്. കുറവാണ് കേട്ടോ, അനാലിസിസ് വീഡിയോ കാണുന്ന ആളുകളൊക്കെ കുറവാണ്. ഇതേയും 27 പേര്. ഞാൻ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ഈ ഒരു ക്യാൻഡിലായിരുന്നു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും ഓർക്കണ്ടോ? ഈ ഒരു ക്യാൻഡിലായിരുന്നു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന്, ഐ മീൻ 1 hourൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഒരു ക്യാൻഡിലും കൂടി വരുന്നുണ്ട്. നമുക്ക് എൻട്രി എടുക്കണമെങ്കിൽ ഇതിന്റെ താഴെ വന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ എൻട്രി നമുക്ക് പോസിബിൾ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെൽ എൻട്രി പോസിബിൾ ആവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് ഒരു കൺസോൾട്ടേറ്റ് ഏരിയയിലേക്കാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തന്നെയാണ് ഞാൻ വരച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ അനാലിസിസ് വീഡിയോയിലേക്ക് അവിടെ നിന്ന് റിവേഴ്സിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നോ? ഇങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നോ? Yes, sir. അവിടുന്ന് ഇത് രണ്ടും സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടോന്ന് വെച്ചാൽ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്യാൻഡിൽ പഴയ ആളുകൾക്ക് അറിയാം, ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മർബസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, മർബസു അല്ലെങ്കിൽ എന്താണ് ഒരു എൻഗൾഫിങ് വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് പഴയ ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. അവർക്കത് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനുശേഷം ഈ പറഞ്ഞ ഏരിയയിലേക്ക് റീടെസ്റ്റിന് വന്നു. റീടെസ്റ്റിന് വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, മുകളിലേക്ക് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തു തന്നു. ഇപ്പോഴും മാർക്കറ്റ് നിൽക്കുന്നത് ആ ഒരു ഏരിയയിൽ തന്നെയാണ് നിൽക്കുന്നത്. മാർക്കറ്റ് താഴോട്ടേക്ക് ഇത്ര വലിയ വീഴ്ച വന്നിട്ടും മാർക്കറ്റ് ഇപ്പോഴും നിൽക്കുന്നതാണ്. ഓരോ തവണ വരുമ്പോഴും നമ്മൾ കഴിഞ്ഞ തവണ ഹയർ ടൈം ഫ്രെയിമിൽ ഗോൾഡിന് സംഭവിച്ചു അതേപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഓർക്കുന്നുണ്ടോ? എത്ര തവണ വന്നിട്ട് റീടെസ്റ്റ് ചെയ്തു, താഴെ വന്നിട്ട് റീടെസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഓരോ റീടെസ്റ്റിനും മാർക്കറ്റ് റിവേഴ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. ഒരു മർബസ് ക്രിയേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിവേ അവിടെ നിൽക്കട്ടെ, അതെല്ലാം മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം, ഐ മീൻ അതൊന്നും ഞാൻ പറഞ്ഞതല്ല, പറഞ്ഞ കാര്യം പറയാം. അപ്പോ ഏറെക്കുറെ ഞാനിപ്പോഴും നിങ്ങൾക്ക് എത്രത്തോളം സംശയമുണ്ട് അല്ലെങ്കിൽ ഇത് എത്രത്തോളം പറഞ്ഞു മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഏറെക്കുറെ ഏകദേശം എന്ന് പറയുന്നതും ഏറെക്കുറെ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എനിക്ക് വേണമെങ്കിൽ 100% ആക്യുറസി എന്നൊക്കെ പറയാം. പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചിട്ടുണ്ടെന്നും പറയാം. പക്ഷെ അതൊന്നും പറയാതെ ഞാൻ പറയുന്നത് ഏറെക്കുറെ ഒരു ആക്യുറസി ലെവലിലുള്ള അനാലിസിസ് കിട്ടിയിട്ടില്ലേ? കിട്ടിയിട്ടുണ്ടോ? ഏറെക്കുറെ കിട്ടിയിട്ടുണ്ട്. ഏറെക്കുറെ നമുക്ക് അനാലിസിസ് ലെവലിലുള്ളത് കിട്ടിയിട്ടുണ്ട്. ഏറെക്കുറെ ഞാൻ പറയുന്നുള്ളൂ, 100%ലേക്ക് ഞാൻ പറയുന്നില്ല. എനിക്ക് വേണമെങ്കിൽ പറയാം, ഞാൻ പറയുന്നില്ല. അനാലിസിസിന്റെ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ കൃത്യമായ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് അതിന്റെ പ്രവചിക്കാൻ കഴിയുമെങ്കിൽ അതെങ്ങനെയാണ് ഇതിന്റെ മുന്നത്തെ ചാർട്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്തിരുന്നത്, പ്രൈസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എല്ലാം മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എൻട്രി എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഡെയിലി അനാലിസിസ് നടത്തുന്നത്. ആദ്യത്തെ കുറച്ച് നാളുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം എന്താണ്, നിങ്ങളുടെ ഉള്ളിൽ എടുക്കുന്നത് ഇപ്പോൾ ട്രേഡ് എടുക്കണം എന്നുള്ള മെന്റാലിറ്റിയാണ്. ആ ഒരു മെന്റാലിറ്റിനെ അടക്കി ഒതുക്കി ഒരു മൂലയ്ക്ക് വെക്കുന്ന സമയത്താണ് അനാലിസിസ് ആണ് എനിക്ക് ആക്ച്വലി ഒരു ദിവസത്തെ മാർക്കറ്റിന്റെ മൂവ്മെന്റിനെ കുറിച്ചുള്ള വ്യൂ തരുന്നത്, അല്ലെങ്കിൽ മൂവ്മെന്റിന് ഒരു പ്രഡിക്ഷൻ എന്ന നിലയിൽ നമുക്ക് കിട്ടുന്ന നമ്മൾ എടുക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പ് അനാലിസിസ് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഫോളും നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ വ്യൂ എന്താണെന്നുള്ളതും അവിടെ പറയും. ഇത് പറഞ്ഞതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഞാൻ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതിന്റെ മുകളിൽ ഒരു ഫാബ്രിക്കേഷൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? എന്തുകൊണ്ടില്ല എന്ന് പറയുന്നത് പറയും. എന്തുകൊണ്ടില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് പറയും. എന്തുകൊണ്ടാണ് ഇല്ല എന്ന് പറയുന്നത്? ഇപ്പൊ ഈ പറഞ്ഞ അനാലിസിസ് രാവിലെ പോസ്റ്റ് ചെയ്തല്ല, അത് കഴിഞ്ഞിട്ടാണല്ലോ ഈ മാർക്കറ്റിൽ ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. ഓട്ടോമാറ്റിക്കലി നമുക്ക് പുതിയതായിട്ട് നോക്കുന്ന ആൾക്കും അത് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണല്ലോ. ഞാൻ അനാലിസിസ് ചെയ്യുന്ന സമയം ഇന്ത്യൻ സമയം 8 മണിക്കാണ്. ആ ക്യാൻഡിൽ നോക്കിയാൽ ഇന്ത്യൻ സമയം 8 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഇപ്പൊ ഇന്ത്യൻ സമയം 9 മണി എന്ന് വെച്ചാൽ 13ാമത്തെ മണിക്കൂറാണ്. അല്ലെ? 13ാമത്തെ മണിക്കൂറാണത്. ആണല്ലോ, 13ാമത്തെ മണിക്കൂറാണ്. ഓൾറെഡി പഴയ ആളുകൾക്ക് കേട്ട് ബോറടിച്ചിട്ടുണ്ടാവും. ഞാൻ എന്നെ സ്വയം പുകഴ്ത്ത് നിങ്ങളോട് പറയുന്ന പോലെ ആയിരിക്കും. ഞാൻ പുതിയ ആളുകളോട് കൂടി ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 13ാമത്തെ മണിക്കൂറാണ്. അനാലിസിസിൽ പിഴവുകൾ സംഭവിക്കാമെന്നുള്ളത് ആക്ച്വലി എന്താണ്, അതൊരു എക്സ്ക്യൂസ് അല്ല, യാഥാർത്ഥ്യമാണ്. അതും കൂടി ഞാൻ നിങ്ങളോട് പറയാം. എനിക്ക് തെറ്റിയില്ല എന്നല്ല, എനിക്ക് തെറ്റിയിട്ടുണ്ട്. യാഥാർത്ഥ്യമാണ്. പക്ഷെ നമുക്ക് ഡേ ബൈ ഡേ ഇതുപോലെ അനാലിസിസ് എക്സസൈസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ, ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. ഇങ്ങനെ മാർക്കറ്റിനെ പെട്ടെന്ന് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ പോയിന്റുകൾ പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഏരിയാസ് പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ അതിനൊക്കെ കൂടി ഞാൻ വീണ്ടും പറയാണ്, അതിനൊക്കെ കൂടിയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നത്,
കാലത്ത് ഇടുന്ന പോള്. ഇനി ആ പോളിന്റെ മുകളിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല പോളിന്റെ ഇല്ല മുകളിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല ഇല്ല സംശയമുണ്ടോ? ഓക്കെ. അപ്പോ ഇന്നത്തെ ഡെയിലി അനാലിസിസിൽ ഏറെക്കുറെ പറഞ്ഞതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഇതിന് താഴെയാണ് സെൽ എൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. താഴേക്ക് ഇത് എപ്പോഴാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പോലും ഈ ഒരു ഏരിയ നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം ഇത് ബ്രേക്ക് ചെയ്തിട്ട് റീടെസ്റ്റിലേക്ക് വരണം. വന്നാൽ മാത്രമേ നമുക്ക് നടക്കുള്ളൂ. ഇപ്പോഴും ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇത് സിംഗിലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. അത് ബ്രേക്ക് ചെയ്തില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അത് നമുക്ക് നോക്കട്ടെ, മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നോക്കട്ടെ. ഇതിന് ശേഷം മാത്രമേ എടുക്കുള്ളൂ. ഇത് ബ്രേക്ക് ചെയ്താലും പിന്നെന്താണ് അടുത്തൊരു പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഇതിന് താഴെയാണ്, കുറച്ചും കൂടി താഴെയാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയാൽ എല്ലാവർക്കും അറിയാം, കുറച്ചും കൂടി താഴെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ ഇപ്പൊ ഈ വരച്ചിരിക്കുന്ന ഏരിയയിൽ നിന്ന് തിരിച്ചു പോകാനും സാധ്യതയുണ്ട്. കുറച്ചും കൂടി താഴെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് ഒരു ഫോർ റൗണ്ട് ഒരു FEG എടുക്കുന്നുണ്ട്. അതുപോലെ 1 ഡേ ചാർട്ടിന്റെ FEG എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇത് ഈ അനാലിസിസ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞ ഒരു 3-4 ട്രേഡുകൾ നമുക്ക് പിക്ക് ചെയ്യാം. അജയ് ഘോഷിന്റെ ഒരു ട്രേഡ് ഞാൻ കണ്ടു. അജയ് ഘോഷ് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ അല്ലെ? ക്ലിയർ ആവുന്നുണ്ടല്ലേ? ചാർട്ട് ക്ലിയർ ആവണല്ലേ? ഞാൻ അജയ് ഘോഷ് സക്സസ് ആവുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് ഒരു പ്രത്യേക സന്തോഷമുണ്ട്. അത് ഞാൻ 2 ദിവസം മുന്നേ അജയ് ഘോഷിനെ ചീത്ത പറഞ്ഞാണ്. അജയ് ഘോഷ് എങ്ങനെ എടുത്തു എന്നൊന്നും എനിക്കറിയില്ല. 2 ദിവസം മുന്നേ ഞാൻ ചീത്ത പറഞ്ഞാണ്. ഇന്നത് എനിക്ക് തോന്നുന്നു അജയ് ഘോഷ് അതിന് ശേഷം ഒരു പക്ഷേ എടുത്തോന്ന് എനിക്കറിയില്ല കേട്ടോ. അതും ഞാൻ പറയാം. എന്തെങ്കിലും സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഇന്ന് സക്സസ്ഫുൾ ആയ ഒരു ട്രേഡ് കണ്ടു. സക്സസ്ഫുൾ ആയ ട്രേഡ് കണ്ടു എന്ന് മാത്രമല്ല, നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം തന്നെ ചെയ്തു. മിസ്റ്റേക്ക് ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല. മിസ്റ്റേക്ക് അതിലുണ്ട്. പെട്ടെന്ന് നോക്കുന്ന സമയത്ത് മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷെ ആ മിസ്റ്റേക്കിനെ തന്നിട്ടുണ്ട് മാർക്കറ്റ്. അതിന്റെ ഒരു ഇതിൽ തന്നിട്ടുണ്ട്, റിവാർഡ് തന്നിട്ടുണ്ട്. ആ മിസ്റ്റേക്കിനെ കവർ ചെയ്യാൻ രീതിയിലുള്ള റിവാർഡ് മാർക്കറ്റ് തന്നിട്ടുണ്ട്. ഞാൻ മിസ്റ്റേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽ പറയണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. കാരണം എന്ന് വെച്ചാൽ ഇച്ചിരി അഡ്വാൻസ്ഡ് ആയ ഒരു ഇതാണ് അതില്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് കേട്ടോ. എത്ര പ്രോഫിറ്റ് കിട്ടി ഇതിന്? $14. എത്ര? 140 ഇപ്പൊ കളക്ട് ചെയ്തോ? ആ 140 നിന്ന് അതിൽ ഞാൻ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്തു. അതായത് ട്രേഡ് ഇതിന് ഞാൻ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ല. അതില് ഒരു എൻഗൾഫിംഗ് കണ്ടപ്പോ ഞാൻ അത് ക്ലോസ് ചെയ്തു. ഓക്കെ. എത്ര പിപ്പ് കളക്ട് ചെയ്തു? 0.01 ആ 0.1 നല്ല ട്രേഡുകൾ കിട്ടുന്നതിന്റെ ഗുണം മനസ്സിലായോ? ഓ സാറേ, ഞാനിതെല്ലാം കണ്ടിന്യൂ ചെയ്യാറ്. പിന്നെ ചിലപ്പോ ഈ പറഞ്ഞ മാതിരി അടുത്തുകൂടെ ഹയർ ടൈം ഫ്രെയിമിന്റെ ട്രെൻഡ് ലൈൻ പോകുമ്പോ ഇടയ്ക്ക് ശ്രദ്ധ തെറ്റാറുണ്ടെന്ന് മാത്രം. ഓക്കെ, കുഴപ്പമില്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഞാൻ അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും സക്സസ്ഫുൾ ആയതുകൊണ്ട് ഒരു കാര്യങ്ങളൊന്നും പറയുന്നില്ല. അടുത്ത് പ്രവീണിന്റെ ഒരു ട്രേഡ് ഞാൻ കണ്ടിരുന്നു. എനിക്കിതിൽ പ്രവീൺ വെച്ചിരിക്കുന്ന കാര്യം, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രവീൺ അതിന്റെ റിസ്ക് എന്നല്ല, പ്രവീൺ അത് ഞാൻ പറഞ്ഞു കൊടുത്ത പോലെ തന്നെ അതിന്റെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്. സപ്പോർട്ട് മാർക്ക് ചെയ്ത്, റെസിസ്റ്റൻസ് മാർക്ക് ചെയ്ത് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്. എനിക്കൊരു സംശയം ഇതിലുണ്ട്, പ്രവീൺ ഉയർത്തി വെച്ചതാണോ എന്നൊരു സംശയമുണ്ട് എനിക്കിതിൽ. ഇതിന്റെ സ്റ്റോപ്പ് ലോസ് ഉയർത്തി വെച്ചതാണോ? സ്റ്റോപ്പ് ലോസ് അത്ര വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ആക്ച്വലി വേറൊരു കാര്യം പ്രവീൺ അറിയോ? ഇത് സ്ട്രാറ്റജി അല്ല നമ്മുടെ സ്ട്രാറ്റജിയില് പറഞ്ഞ് ഇപ്പൊ കാണുന്ന സമയത്ത് പലർക്കും തോന്നുമെങ്കിലും നമ്മുടെ സ്ട്രാറ്റജി ആണോ ഡെറിനത്? അല്ല. പ്രവീൺ പിക്ക് ചെയ്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം കറക്റ്റ് അല്ല. ഇവിടെ പ്രവീണ് അനുകൂലമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഹയർ ടൈം ഫ്രെയിമിൽ സപ്പോർട്ട് ഉണ്ട്. ഇപ്പൊ ഇതിന്റെ കൗണ്ടർ ട്രെൻഡ് എടുത്തിട്ടുണ്ട്. ആരെടുത്തിട്ടുണ്ട്? അജയ് ഘോഷ് എടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ബ്രേക്ക് വെള്ളം ഇറങ്ങി പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്നത്. നോക്കിയാൽ കാണാം ഇതിന് തൊട്ട് മുകളിൽ അതെ സെയിം ട്രേഡിങ്. അപ്പോ അത് എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നൊരു കൗണ്ടർ ട്രെൻഡ് വന്നിട്ടുണ്ട്. ഇതൊരു കൗണ്ടർ ട്രെൻഡ് ആണ് ആക്ച്വലി. മുകളിലൊരു റെസിസ്റ്റൻസ് ഏരിയ എടുക്കുന്നുണ്ട്. അപ്പൊ ആ റെസിസ്റ്റൻസ് ഏരിയയിലേക്കുള്ള റീടെസ്റ്റുകളാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 1, 2, 3. അപ്പോ അതാണ് ആക്ച്വലി ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ട്രെൻഡ് ലൈൻ നമ്മുടെ സ്ട്രാറ്റജി അല്ലത്. നമ്മുടെ സ്ട്രാറ്റജി ചെയ്യുകയാണെങ്കിൽ ഫെയിൽഡ് ആയിരുന്നത് കേട്ടോ. പ്രവീൺ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം അറിയാലോ, തേർഡ് പോയിന്റിന്റെ കാര്യം ചിന്തിച്ചാൽ മതി. എങ്ങനെയാണ് അത് ബ്രേക്ക് ചെയ്ത് വന്നിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ. പ്രവീൺ 1, 2, പ്രവീൺ അൻവർ. ഓക്കെ, അടുത്ത ഒരാളെന്ന് വെച്ചാൽ അൻവറിനാണ്. അൻവറിനെ പിക്ക് ചെയ്യുന്നുണ്ട്. അൻവർ എന്ത് പറ്റി? ഇറങ്ങിപ്പോന്നു പകുതി വെച്ച്. അതൊരു ബുള്ളിഷ് ആയിട്ട് തോന്നി. പിന്നീട് ഞാൻ നോക്കും. പക്ഷെ ബെയറിഷ് അല്ല വന്നു. അതിന്റെ മോളിക്ക് കയറി പോയത്. മോളിക്ക് കയറി പോയില്ലേ? മോളിക്ക് കയറി പോയില്ലേ? മോളിലോട്ടാ പോയത്. കയറിപ്പോയി.
HDFC നോക്കുമ്പോൾ കംപ്ലീറ്റ് ഒരു ബുള്ളിഷ് ലെവൽ തോന്നിയപ്പോ എക്സിറ്റ് ആയതാണ്. എക്സിറ്റ് ആയതാണ് അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. അല്ല എക്സിറ്റ് ഐ മീൻ ആയി ഇനിയിപ്പോ ഒന്നും പറയാനില്ല. ആക്ച്വലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് സംഭവിച്ചൊരു കാര്യം നോക്കുകയാണെങ്കിൽ അറിയാം. ഇതിപ്പോ അനാലിസിസ് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? അനാലിസിസ് കണ്ടിട്ടുണ്ടാവും. ഇതുപോലെ തന്നെ ഇത് എവിടെ നിന്നാണ് തിരിച്ചു കയറി നോക്കാം. ഈ ഒരു ഇത് നോക്കാം, ഏതാണ് ഈ റെസിസ്റ്റൻസ് ഏരിയ എന്താണെന്നുള്ളത് നോക്കാം. ഇവിടെ നോക്കിയാൽ കാണാം, ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയ റെസിസ്റ്റൻസ് ഏരിയ ആണ് അല്ലെ? റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോയ ഏരിയ ആണ് അല്ലെ? ഇവിടെയാണ് കുറെ നേരം കൺസോളേഷൻ നിന്നിട്ട് മുകളിലേക്ക് മാർക്കറ്റ് പോയി ബ്രേക്ക് ചെയ്ത് അല്ലെ? ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? കാരണം എന്ന് വെച്ചാൽ ഇവിടെ കുറെ നേരം നിന്നിട്ട് ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൺസോളേഷൻ നടക്കുന്ന ഏരിയയിലേക്ക് തിരിച്ച് മാർക്കറ്റ് വരുന്ന സമയത്ത് എന്തുണ്ടായിരിക്കും? സ്ട്രോങ് ആയിട്ടുള്ള പുൾ ബാക്കോ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടിന്യൂഷൻ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഇപ്പോൾ കിട്ടിയിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു കണ്ടിന്യൂഷൻ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നോട്ട് ചെയ്ത് വെച്ചോട്ടോ, പ്രൈസ് ആക്ഷൻ ആണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല? അതിന് എഗെയിൻസ്റ്റ് ട്രേഡ് എടുക്കാൻ പാടില്ല. സ്ട്രോങ് ഉള്ള ഏരിയയിൽ നിന്നായിരുന്നു അത് പോയത്. അപ്പൊ സ്ട്രോങ് ഏരിയ ആണോ എന്നുള്ളത് നോക്കണം. ഫെയിലർ ആവുന്നതിന്റെ ലോജിക്കുകളാണ് ഇത് പറയുന്നത്. മറ്റുള്ള ഞാൻ പറഞ്ഞ പോലെ മറ്റുള്ള ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ട് ലോജിക്കില്ലായ്മയല്ല. ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് വരുമ്പോൾ നമുക്ക് ലോജിക്കില്ലായ്മയെ പറയാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇൻഡിക്കേറ്റർ കടന്നാൽ നിങ്ങൾ സക്സസ് ആയി, താഴെ വരുമ്പോൾ സക്സസ് ആയില്ല എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ ഇതിന്റെ ആക്ച്വൽ റീസൺ ആണ് പറഞ്ഞു തരുന്നത്. കാരണം എന്താണ്? അതൊക്കെ മാർക്കറ്റ് പോയ ഏരിയ നോക്കുക. ഏതാണ് പോയ ഏരിയ? ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? അജയ് ഘോഷിനെ അവസാനം ചീത്ത പറഞ്ഞു കൂടി ഇതിന് വേണ്ടിയിട്ടാണ് അല്ലേ? പറഞ്ഞിട്ടുണ്ട്. അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് ശ്രദ്ധിക്കാം കേട്ടോ. സക്സസ് ആണ് എന്റെ എക്സിറ്റ് ആയിരുന്നൊക്കെയുള്ള കാര്യമൊക്കെ എനിക്കറിയാം. പക്ഷെ അത് ശ്രദ്ധിക്കാം. അത് എന്താണ്? അത് റിസ്കി എൻട്രി ആണ്. കയ്യിൽ നിന്ന് പോയി കിട്ടുന്നത് എന്താണ്?